ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാരടുത്തായി കുഴുവേലിപ്പിടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു ലക്ഷറി വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 13.5 സെന്റിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. 3300 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റഡ് ഏരിയയും കൂടാതെ അഡീഷണൽ ഷീറ്റഡ് ഏരിയയായിട്ട് 1700ഓളം സ്ക്വയർ ഫീറ്റും അടക്കം ഏകദേശം 5000ഓളം സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും വരുന്ന ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് 4 കിലോമീറ്ററുമാണ് വരുന്നത്. 6 മീറ്ററിലധികം വീതിയുള്ള വലിയ മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമായൊരു ചുറ്റുമതിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത്. കൊളോണിയൽ സ്റ്റൈലിൽ തന്നെയാണ് വീടിന്റെ എലവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഭംഗിയായി തന്നെ നല്ലൊരു പെയിന്റ് കളർ കോമ്പിനേഷനും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വളരെ വിശാലമായൊരു മുറ്റം തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 7-8 കാറുകളൊക്കെ സുഖമായി നമുക്ക് ഈ വീട്ടുമുറ്റത്ത് ഇടാവുന്നതാണ്. ചുറ്റുമതിലിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ നല്ലൊരു ഗാർഡൻ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണുകളാണ് മുറ്റത്ത് മുഴുവനായി തന്നെ വിരിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റും നടക്കുന്നതിനായിട്ടുള്ള വലിയൊരു സ്പേസ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇരുവശങ്ങളിലായി പുല്ലുകൾ പിടിപ്പിച്ച് നടുഭാഗത്തു കൂടി കടപ്പാക്കലുകൾ വിരിച്ച് നടക്കുന്നതിനായിട്ടുള്ളൊരു വാക്ക് വേ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെടികളും പച്ചക്കറികളും നൽകുന്നതിനായിട്ടുള്ളൊരു സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. ഈ വീട്ടിൽ 2 കിണറുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഈ പാർക്കിംഗ് ഏരിയ കൂടാതെ തന്നെ ടെൻസൈൽ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു പാർക്കിംഗ് സ്പേസ് കസ്റ്റമർക്കായി ബിൽഡർ ചെയ്തു കൊടുക്കുന്നതാണ്. 4-5 പേർക്ക് സുഖമായിരിക്കാവുന്നത്ര വലിപ്പത്തിലുള്ളൊരു നല്ലൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ തീർത്ത മനോഹരമായി തന്നെ കൊത്തുപണികൾ ചെയ്ത നല്ലൊരു ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. പുതിയ മോഡലിലുള്ള ഇലക്ട്രോണിക് സ്മാർട്ട് ലോക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. ഒരു ഭിത്തിയിലായി നല്ലൊരു സിമന്റ് ഫിനിഷ് വരുന്ന ടെക്സ്ചറൊക്കെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു വാളിലായി വലിയൊരു വെന്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായൊരു ഷാൻലിയർ തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ മറ്റൊരു ഭാഗത്തായി CNC കട്ടിംഗ് ചെയ്ത് നല്ലൊരു പാർട്ടീഷൻ വർക്കും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. സ്റ്റെയർവേക്ക് താഴെ കൂടെ നോക്കിയാൽ ഇവിടെ ഒരു ഡോർ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. ബിൽഡർ ഇതൊരു ഓഫീസ് സ്പേസ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഉൾവശത്തേക്ക് കണക്ഷൻ വരാത്ത രീതിയിൽ തന്നെ ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു ഫുള്ളി ഫർണിഷ്ഡ് വില്ലയാക്കിയാണ് ബിൽഡർ ഈ വീട് ചെയ്യുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നുകൊണ്ട് തന്നെ ചെറിയൊരു ഫാമിലി ലിവിംഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളും ചെയറുകളുമെല്ലാം ഓൾറെഡി ഇവിടെ ബിൽഡർ എത്തിച്ചു കഴിഞ്ഞു. ഇത് മുഴുവനായി തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലെ സോഫ സെറ്റി ബിൽഡർ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ്. ഫാമിലി ലിവിംഗ് ഏരിയയിലായി നല്ലൊരു TV യൂണിറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ വലിയ ഗ്ലാസ് പാർട്ടീഷന് പിന്നിലായി കോർട്ട്യാർഡാണ് വരുന്നത്. ഷട്ടറുകൾ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് സേഫ്റ്റിയാക്കി തന്നെയാണ് കോർട്ട്യാർഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഒരു ലക്ഷറി ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടറിന്റെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു മിനി ഷാൻലിയറൊക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ബീജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്കുകൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. 100% വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കുന്ന രീതിയിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഫേബർ ബ്രാൻഡിന്റെ ഒരു ചിമ്മിണിയും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ സെക്കൻഡ് കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വർക്കും ഇവിടെ നമുക്ക് കാണാം. അടുപ്പ് യൂസ് ചെയ്ത് ശീലമുള്ളവർക്കായി ഇവിടെ പുകയില്ലാത്ത ഒരു അടുപ്പും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. GA2 ബോൾ കൊണ്ട് മുഴുവനായി തന്നെ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളും ഈ വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമേ മീനും മറ്റും കഴുകുന്നതിനായിട്ടുള്ള ഒരു വർക്കിംഗ് സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയ്ക്ക് പുറമേ ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അലക്കുകല്ലിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീട്ടിലെ പുറത്തു നിന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു ബാത്റൂമാണ്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടി വീതിയും 14 അടി നീളവുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. പ്രൊഫൈൽ ലൈറ്റ്സും ലൂവർ പാനൽസ് ഒക്കെ നൽകി വളരെ ഗ്രാൻഡാക്കി തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന ഒരു കട്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാട്രസും ഒരു AC കൂടെ ഈ റൂമിൽ ഇനി വരാനുണ്ട്. വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ റൂമിൽ സീലിംഗ് വർക്കൊക്കെ നൽകിയിരിക്കുന്നത്. 6 പാളികളുള്ള വളരെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും തേക്കിൻ തടിയിൽ തന്നെയാണ് ഈ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചുകൊണ്ടാണ് ഇവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ മുഴുവനായി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. നേരത്തെ കണ്ട റൂം പോലെ തന്നെ ഏകദേശം 150 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഈ റൂമും ഫർണിഷ്ഡ് ആക്കി തന്നെയാണ് ചെയ്യുന്നത്. 6 പാളികളുള്ള തേക്കിൻ തടിയിൽ തീർത്ത വലിയൊരു വാർഡ്രോബും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി വലിയൊരു ഡ്രസ്സിംഗ് ടേബിളും അതിനോട് കൂടെ തന്നെ ഒരു വർക്കിംഗ് ടേബിളും കൂടെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സെപ്പറേറ്റ് ആക്കി തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടൈൽ കളർ കോമ്പിനേഷനൊക്കെ നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി തന്നെ തേക്കിൻ തടിയിൽ തീർത്ത കോണിപ്പടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് ഒരു ലാൻഡിങ്ങിലേക്കാണ്. വളരെ വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ ഇവിടെ ഇരിക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു കബോർഡ് വർക്കും നൽകിയിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ഷാൻലിയർ തന്നെയാണ് സ്റ്റെയർവേയുടെ ഭാഗത്തായി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയാണ്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് ഈ വീടിന്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വ്യൂ ലഭ്യമാണ്. അവിടെ നിന്ന് നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 400ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഷീറ്റ് ചെയ്ത് യൂട്ടിലിറ്റി ഏരിയയ്ക്ക് എടുത്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ മുഴുവനായി തന്നെ മെഷ് കൊണ്ട് കവർ ചെയ്ത് സേഫ്റ്റിയാക്കി തന്നെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റ് ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസും വരുന്നത്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 14 അടി നീളവും 14 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. തേക്കിൻ തടിയിൽ തീർത്തൊരു കട്ടിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. 5 പാളികളുള്ള തേക്കിൻ തടിയിൽ തീർത്തൊരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു ഫ്രഞ്ച് വിൻഡോയാണ് ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. അതിലൊരു വിൻഡോ ഓപ്പൺ ടൈപ്പ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ വീടിന്റെ ബെഡ്റൂം ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്.
ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 6 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമുകൾക്കും ബാൽക്കണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബെഡ്റൂമിന്റെ കോർണറിലായി വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും അതിനോടുകൂടെ തന്നെ ഒരു വർക്കിംഗ് ടേബിളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള മാറ്റ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്തായി ടഫൻ ഗ്ലാസും മറുഭാഗത്തായി GI ട്യൂബുകൾ കൊണ്ടും കവർ ചെയ്താണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഈ വീട്ടിൽ വളരെ ക്വാളിറ്റിയോടെ തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഈ ലക്ഷറി വില്ലയുടെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 13.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 3300 സ്ക്വയർ ഫീറ്റ് പ്ലസ് 1500 സ്ക്വയർ ഫീറ്റ് അഡീഷണൽ ഷീറ്റഡ് ഏരിയയിൽ 4 ബെഡ്റൂമാക്കി ചെയ്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 3,80,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.